ഹലോ കുട്ടികളെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പാഠം ബെഡബായ് സാഹിബാണ്. ഫസ്റ്റ് പാട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് പാട്ട്, അതായത് സെക്കൻഡ് പാട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അത് ഭാഗം കേട്ടതിന് ശേഷം നിങ്ങൾ ഈ പാട്ട് കാണാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് പാട്ട് നമുക്ക് നോക്കാം. सालाना इम्तिहान हुआ, भाई साहब फेल हो गए, मैं पास हो गया और दर्जे में प्रथम आया. मेरे और उनके बीच में केवल 2 साल का अंतर रह गया. जी मैं आया, भाई साहब को आए हाथों में लूँ, आपकी वह गौर तब से कहाँ गई. मुझे देखिए, मासे से कहता भी रहा और दर्जे में अव्वल थी है, लेकिन वह इतने दुखी और उदास थे कि मुझे उनसे दिली हमदर्दी हुई और उनके दाव पर नमक छिड़कने का विचार हो लज्जास्पद जान पड़ा. हाँ, अब मुझे अपने ऊपर कुछ अभिमान हुआ और ആത്മസമ്മാൻ ബി പട. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ സാലന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർഷത്തിൽ നമ്മൾ വാർഷിക എക്സാം വരില്ല, അതുപോലെ വാർഷിക പരീക്ഷ വരുമ്പോൾ അതിൽ ആര് തോറ്റുപോയി? ബായി സാഹബ് തോറ്റുപോയി, ബഡാബായി തോറ്റുപോയി. ഈ പഠിക്കാത്ത നമ്മുടെ ലേഖകൻ എന്തായി? പാസ്സായി. കണ്ടോ, പാസ് പോകുക. അവൻ പാസ്സാകാൻ മാത്രമല്ല ദർജമേ പ്രഥമായ, പ്രഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ആവുകയും ചെയ്തു. അപ്പോൾ മേനെ അവർ ഉൻകി ബീച്ച് മേ കേവൽ, അപ്പോൾ ഇവർ ഫസ്റ്റ് വന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ 3 സാൽ അന്തരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ എത്രയായി? 2 സാൽ അന്തരായി. കാരണം എന്തായി? ബഡാബായ് സാഹബ് തോൽക്കുകയും ചെയ്തു, നമ്മുടെ ലേഖകന് ജയിക്കുകയും ചെയ്തു. അപ്പോൾ 3 ക്ലാസ്സിൻ്റെ അന്തരം പോയി 2 ക്ലാസ്സിൻ്റെ അന്തരമായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ തോറ്റപ്പോൾ ഈ ബഡാബായ് സാഹിബ് തോറ്റപ്പോൾ ഒരു കളിയാക്കാനായിട്ടാണ് ആർക്ക് തോന്നിയത്? നമ്മുടെ ലേഖകന്, അതായത് ചോട്ടാബായിക്ക്. അപ്പോൾ ചോട്ടാബായി എന്താ പറയണേ? ആപ്കി ഗോഡ് തപസ്യൊക്കെ കളിയാക്കാൻ തോന്നി. ഇത്രയ്ക്കൊക്കെ തപസ്യ ചെയ്ത് പഠിച്ചിട്ട് ഇപ്പം എന്തായി എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സാണ്. കണ്ടോ, ഞാനൊന്നും പഠിക്കാണ്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റായി വന്നു എന്നുള്ള കളിയാക്കണം എന്നാണ് ആദ്യമായിട്ട് ആർക്ക് തോന്നിയത്? നമ്മുടെ ലേഖകനെ. അപ്പോൾ ലേഖകൻ എന്ത് ചെയ്തു? ലേഖിൻ ഇത്തനെ ദുഃഖി അവർ. പക്ഷേ നമ്മുടെ ബഡാബായ് സാഹബ് ദുഃഖിയായിട്ടിരിക്കുന്നത്, അതുമാതിരി ഉദാസീനായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്തായി? ഹമ്മദി ഹുയി എന്ന് പറഞ്ഞാൽ, ഹമ്മദി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പതി, സഹതാപം തോന്നി. ആർക്ക്? ചോട്ടേബായിക്ക്. അപ്പോൾ എന്തായത്? ചോട്ടേബായിക്ക് സഹതാപം തോന്നി. കളിയാക്കാൻ വന്ന മനസ്സ് പോയി, വേണ്ട പാവം എന്ന് മനസ്സിൽ തോന്നി. അവർ ഉൻകെ ഗാവ് പർ നാമക്ക് ചിരിക്കനെ വിചാർ ലജ്ജാസിദ്ധ ജീൻ പടാക്കി, അതായത് വീണ്ടും ദുഃഖിച്ച് ഇരിക്കുന്നവരെ വീണ്ടും ദുഃഖിപ്പിക്കാനായിട്ട് പാടില്ല എന്നൊരു മനസ്സ് വന്നു. अपने मुझे अपने ऊपर कुछ अभिमान हुआ और आत्मसम्मान भी पड़ा. भाई साहब का वह राव मुझ पर न रहा. ആസാദി സെ കേൾക്കൂത് മേ ശരീര ഗോവാനെ ലഗ ദിൽ മസ്ബൂത് ത. അപ്പോൾ എങ്കിലും അവൻ്റെ ആ ദുഃഖം, അങ്ങനെ ദുഃഖത്തിലെ ബായി സാഹബ് ഇരിക്കുകയാണെങ്കിൽ ഇവൻ കുറച്ചും കൂടി മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ്. ഇവൻ കുറച്ചും കൂടി സ്ട്രോങ് ആയി. ഇനിയിപ്പോൾ നമ്മളതിനെ, അതായത് അഗർ ഉന്നോനെ ഫിർ മേരി ഫസിലത്ത് കോ तो साफ कहाँ दूंगा, अपने कूल जलाकर कौन सा तीर മാറില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഫസീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപമാനിക്കാനാണ്. അപ്പോൾ ഇത്ര നാൾ നമ്മളെ അപമാനിച്ചില്ല, ഇപ്പം ഇനി പെട്ടെന്നൊന്നും, അതായത് നമ്മുടെ ബഡാബായ് സാഹിബ് ഇനി ഒന്നും പറയാനായിട്ട് വരില്ല എന്നാണ് ആരുടെ ചിന്ത? ചോട്ടാബായിയുടെ. അപ്പം മേത്തോ കേൾത്തെ കൂതേ ദർജമേ അവലാകെ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് തന്നെ വന്നു, ഇനിയിപ്പോൾ ബഡാബായി തോൽക്കുകയും ചെയ്തു, അപ്പോൾ ഇനി വലുതായിട്ടൊന്നും പറയില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു ചോട്ടേബായിക്ക്. അപ്പോൾ ജപ്പാൻ മേ ഹേക്കടി जताने का साहस न होने पर भी मेरे रंगटन भी साफ जाहिर होता था कि भाई साहब का वह अंधक मुझे पर नहीं था. भाई साहब ने इस പാമ്പ് പാമ്പ്. അപ്പോൾ ഇതൊക്കെ പാമ്പ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇവൻ്റെ മനസ്സിലുള്ള ഈ വിചാരമൊക്കെ ആർക്ക് മനസ്സിലായി? ഈ ഭായി സാഹബിന് മനസ്സിലായി. ഉൻകി സഹജ് ബുദ്ധി ബടി തീവ്രത്തി. അപ്പോൾ ബഡാബായി പറയാണ് എന്നെന്ന്, അതായത് നിനക്ക് ബുദ്ധി ഒരുപാട് കൂടുതലുണ്ട്, ബുദ്ധി ബടി തീവ്രത്തി. ചോട്ടാബായിയോട് പറയണം, നിനക്ക് നല്ല ബുദ്ധിയൊക്കെയുണ്ട്. അവർ ഏക് ദിൻ ജബ് മേ बोर्ड का सारा समय गुल्ली डंडी के बैठ करके ठीक भोजन के समय लौटा तो भाई साहब में मन तलवार खींच लो और मुझ पर टूट बड़े देखता हूँ. इस साल पास हो गए और दर्जे में अव्वल आ गए तो तुम्हें दिमाग हो गए हैं, मगर भाई जन घमंड तो बड़े बड़े का नहीं रहा.
അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ബേഡഭായി പറയണത് എന്താ, നീ ഇപ്പോൾ കുറ്റിയും കോലും കഴിക്കാൻ പോകണു, അതുമാതിരി തന്നെ ഭക്ഷണ സമയത്ത് നീ മടങ്ങി വരും. കാരണം എന്തായി, ഇനിയിപ്പോൾ ചോദിക്കുന്നില്ല കുറച്ച് നേരം ബായിസാകും. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമുള്ള പോലെ ഇനി ജീവിക്കാന്നുള്ളൊരു തോന്നലാണ് ലേഖകന്. അപ്പോൾ ഈ ചോട്ടബായി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിക്കാൻ പോവുക, ഭക്ഷണ സമയത്ത് മടങ്ങി വരിക, എന്നെ ആരും ചോദിക്കാനില്ല, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ് എന്നുള്ള ചിന്തയൊക്കെയാണ്. അപ്പോൾ ബഡബായി സാഹിബ് പറയാണ്, നിനക്ക് ബുദ്ധിയുണ്ട്, ബോധം എല്ലാം ഉണ്ട് കൂടുതൽ, പക്ഷെ ഇതെല്ലാം എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യമല്ല. അഹങ്കാരം, ഗമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അഹങ്കാരം നമുക്ക് നല്ലതല്ല. അപ്പോൾ ഇവിടെ ഇതിഹാസ് में रावण का हाल में पैदा ही होगा, उसके चरित्र में तुमने कौन सा उपदेश लिया, या യോ ही पढ़ गए, महज इम्तिहान പാസ് കർ ലേന കോയി ചീസ് നഹി അസൽ ചീസ് ഹെ. അപ്പോൾ അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞു. ബഡാബായി പറയുകയാണ്, നിനക്ക് ബുദ്ധിയും ബോധമൊക്കെ നല്ല കൂടുതലുണ്ട്, നീ ഒരു പ്രാവശ്യം ജയിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ പ്രാവശ്യം ജയിക്കില്ല, നിന്റെ അഹങ്കാരം നിനക്ക് അത്ര നല്ലതല്ല. ഇവിടെ ചരിത്രപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, രാവണൻ്റെ കഥ പറയുകയാണെങ്കിൽ, രാവണൻ ആരാ, നല്ല ബുദ്ധിമാനാണ് രാവണൻ. അതുമാതിരി തന്നെ ഇപ്പോൾ രാവണൻ്റെ പോലെ നോക്ക്, ബുദ്ധി കാ വികാസ് जो कुछ पढ़ो उसका अभिप्राय समझो, रावण भूमंडल के स्वामी था, ऐसे राजाओं को चक्रवर्ती कहते हैं. आजकल अंग्रेजों को राज्य का विस्तार बहुत बड़ा हुआ है, पर इन्हें चक्रवर्ती नहीं कह सकते. അപ്പോൾ ഇവിടെ പറയണത് എന്താ, ഈ രാവണൻ എന്ന് പറയുന്ന ചക്രവർത്തിനെ കുറിച്ചാണ്. രാവണന് നല്ല ബുദ്ധിയുണ്ട്, അവൻ ഭൂമണ്ഡലത്തിന് സാമ്യയുടെ പേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ രാജാക്കന്മാരുടെ രാജാവെന്ന പേരിൽ, ചക്രവർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ട രാജാവെന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. രാജാക്കന്മാരുടെയും വലിയ രാജാവാണെന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യം എങ്ങനെയായിരുന്നു, വിസ്താർ ബഹുത്ത് ബഡ, വലിയ സാമ്രാജ്യമായിരുന്നു ഈ രാവണൻ്റെ. അപ്പോൾ രാവണൻ്റെ ചിന്ത എന്താണെന്ന് നമുക്കിനി നോക്കാം. संसार में उनके राष्ट्र अंग्रेजी का आधिपत्य स्वीकार नहीं करते, बिल्कुल स्वाधीन है. रावण चक्रवर्ती राजा था, संसार के सभी महिब उसे कर देते थे, बड़े बड़े देवता उसकी गुलामी करते थे. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഗുലാമി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു കീഴിൽ കേട്ടോ ഓരോരുത്തരെ, അതായത് ഇപ്പോൾ ഇവിടെ രാവണനാണെങ്കിൽ രാവണൻ്റെ കീഴിൽ. അപ്പോൾ ഇവിടെ ബെടേ ദേവത എന്ന്, വലിയ വലിയ ദേവതകൾ പോലും രാജാവിൻ്റെ, അതായത് ഈ രാവണൻ എന്ന് പറയുന്ന ഈ ചക്രവർത്തിയുടെ കീഴിലായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഈ സ്വാധീനം ആർക്കുണ്ടായിരുന്നു, ഈ രാവണൻ എന്ന ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗൗർ പാനിക്ക് ദേവത. അപ്പോൾ നമുക്കറിയാം, ആകെന്ന് പറഞ്ഞാൽ എന്താണ്, തീയെ. അതുമാതിരി തന്നെ പാനി എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം. തീയിൻ്റെയും വെള്ളത്തിൻ്റെയും ദേവതകൾ. അതുമാതിരി തന്നെ എന്തായിരുന്നു, ഇവരുടെ ദാസ്, അതായത് ചക്രവർത്തിയുടെ ദാസ്യരായിട്ട് നിൽക്കുന്ന, അവർ എന്ത് പറയുന്നു അതനുസരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ദേവതകൾ പോലും അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മഗർ ആപ്ക അന്ത് ക്യാ ഹുവാ, ഗവൺമെൻറ്റിനെ ഉസ്കാ നാം നിശാൻ തക്ക് മിട്ടതിയ. പക്ഷെ എന്തായി, അവന് ഭയങ്കര അഹങ്കാരമായിരുന്നു. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഹങ്കാരം. പക്ഷെ അഹങ്കാരം അവനെ തന്നെ എന്താക്കി, നാശമുണ്ടാക്കി. അതായത് നിശാൻ തക്ക് മിട്ടതിയ എന്ന് പറഞ്ഞാൽ, അതായത് അവനെ തന്നെ നാശം, അവൻ്റെ അഹങ്കാരം അവനെ തന്നെ നാശമുണ്ടാക്കി. കോയി ഇസ് ഏക്ക് ചുല്ലു പാനി ധൻ വാലി ബി ന ബച്ച. അവനെ ഒന്നെന്ന് പറയുക, അത്യാവശ്യത്തിന് വേണ്ടി ഈ ചുല്ലു പാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കുമ്പിൾ വെള്ളം, അതായത് ഒരു കുറച്ച് വെള്ളം കൂടി അവനെ അത്യാവശ്യ സമയത്ത് അവന് കിട്ടിയില്ല. ആദ്മി അവർ ജോ കുർക്കും चाहे करे पर अभिमान न करे, इतना ही नहीं अभिमान किया और दीन दुनिया दोनों से गया. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ചക്രവർത്തിയായിട്ട് ഇത്രയ്ക്കൊക്കെ ഉണ്ടായിട്ട് ഇത്ര ബുദ്ധിമാനായിട്ടും എന്തായി, അവൻ്റെ അഹങ്കാരം അവനെ തന്നെ നശിപ്പിച്ചു എന്ന് പറയുന്നത്. അവന് അത്യാവശ്യത്തിന് വേണ്ട ഒരു കൈക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടി കിട്ടാനായിട്ട് ആ അവസാന സമയങ്ങളിൽ സാധിച്ചില്ല. അപ്പോൾ അവൻ്റെ നാശം അവനെ നശിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ നീ കണ്ട് മനസ്സിലാക്കിക്കോ എന്ന് പറയുകയാണ് ആര്, ബേഡാബായി. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് കിടക്കാം കേട്ടോ. शैतान का हाल भी पढ़ा ही होगा, उससे एक अभिमान हुआ था कि ईश्वर का उससे बढ़कर सच्चा भक्त कोई है ही नहीं. अंत में यह हुआ कि स्वर्ग से नरक में टकेल दिया गया. शाहरुख ने भी एक बार अहंकार किया था, अब भीख मांग कर मर गया. तुमने तो अभी केवल एक दर्जे पास किया है. അപ്പോൾ ഇവിടെ പറയണത് എന്താണ്, അതായത് ശൈത്താൻ്റെ കാര്യം. ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിശാച്. അതായത് ഈ പിശാച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റൊക്കെ എങ്ങനെയായിരുന്നു, ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു, ഈശ്വരൻ്റെ ഭക്തനായിരുന്നു ആദ്യം ഫസ്റ്റൊക്കെ ഈ പിശാച്. പിന്നെ എന്താ പിശാചിൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം, അതായത് ദൈവത്തിനേക്കാളും വലിയവനാവണം എന്നുള്ള ആ ചൈത്താൻ്റെ ചിന്ത അതവനെ അന്ധനാക്കി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു, അവന് സ്വർഗത്തിൽ നിന്ന് സ്വർഗ്ഗസേ നരകമേ ഡക്കേൽ ദിയ, അതായത് അവനെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക്
തള്ളിയിട്ടു, നീ അവിടെ കിടന്നാൽ മതിയുടെ, അതിന് നിനക്കുള്ള യോഗ്യത നിനക്കുള്ളൂ എന്ന് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു, അവിടെ കിടക്കടാ നീ എന്ന് പറഞ്ഞു. ഇനി ഷാഹിറേമിനെ ബി ഏക്ക അതുമാതിരി തന്നെ ഈ ഷാഹിറൂമിനെ അതുമാതിരി തന്നെ ഭയങ്കര അഹങ്കാരം തന്നെ അവനുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? അഹങ്കാരം നമുക്ക് നാശത്തിന് തന്നെ വഴി കിട്ടുള്ളൂ, നമുക്ക് നല്ലതൊന്നും തന്നെ കിട്ടില്ല എന്നാണ്. ഇനി അപ്പോൾ നീ എന്ത് ചെയ്തിരിക്കണേ? ഇവിടെ പറയുന്നത് ബി മാങ് മാക്കർ മർ ഗയ തുമനെ അബി കേവൽ ഏക് ദർജ പാസ് കിയ ഹെ और अभी मैं तुम्हारा सिर फिर गया तब तो तुम आगे बढ़ सके यह समझ ले कि तुम अपनी മെഹനത്ത സെ നഹി പാസ് ഹുയെ. അപ്പോൾ ഇവിടെ പറയണം, നീ ഇപ്പോൾ കേവലം ഒരു ക്ലാസ്സിൽ മാത്രമാണ് നീ ജയിച്ചിട്ടുള്ളത്, അപ്പോഴേക്കും നീ ഇത്ര അഹങ്കാരമൊന്നും പിടിച്ച് നടക്കേണ്ടെന്ന് എനിക്ക് ആവശ്യമൊന്നുമില്ല, റിയലി നിൻ്റെ പരിശ്രമത്തിലല്ല നീ ജയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അന്തേക്ക് ഹാത്ത് ബട്ടർ लग गई मगर बटर केवल एक बार हाथ लग सकती हैं, बार बार नहीं लग सकती. कभी कभी गुल्ली डंडे में भी अंधा चोटे निशाना बढ़ जाता है. അപ്പോൾ इससे कोई सफल खिलाड़ी नहीं हो जाता. सफल खिलाड़ी होंगे जिसका कोई निशान കാലി ന ജായേ. അപ്പോൾ ഇവിടെ എന്താ ലേഖകം പറയുന്നത്? അപ്പോൾ നീയെ ഒരു പ്രാവശ്യം നീ ക്ലാസ്സിലൊന്ന് ജയിക്കുമ്പോഴേക്കും ഫസ്റ്റ് ആകുമ്പോഴേക്കും നീ അഹങ്കരിക്കുന്നു, വേണ്ട, ഇത് നീ പഠിച്ച് നിൻ്റെ ഹാർഡ് വർക്ക് ഒന്നുമല്ല. കാരണം എന്താ, നമ്മൾ കണ്ണ് കാണാണ്ട് ഒരു മാവിലേക്ക് മാങ്ങ എറിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഓട്ടോമാറ്റിക്കായി നമുക്ക് ലോട്ടറി അടിക്കുന്ന പോലെ ഒന്ന് വീണെന്ന് വിചാരിച്ച എല്ലാ പ്രാവശ്യവും നമ്മളങ്ങനെ ജയിക്കാനൊന്നും പോണില്ല. അത് കാരണം കൊണ്ട് നീയും നിൻ്റെ ഈ ജയത്തിൽ അഹങ്കരിക്കാണ്ട് കളിക്കാണ്ട് നീ നന്നായിട്ട് പഠിക്കാൻ നോക്കിക്കോ, നിൻ്റെ ഈ അഹങ്കാരം കളയാൻ നോക്കിക്കോ, അതാണ് നിനക്ക് നല്ലതെന്നാണ് നമ്മുടെ ബഡാബായി ഇവിടെ ലേഖകന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെയൊക്കെ മനസ്സിലായില്ലേ? നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അടുത്ത പാരഗ്രാഫ് നോക്കിയേ. मेरे फेल होने पर मत जाओ, मेरे दर्ज में आओगे तो दांतों पसीना आ जाएगा. जब अलजबर और ज्योमेट्री के लोहे के चने जबाने पड़ेगा और इंग्लिस्तान का इतिहास पढ़ना पड़ेगा. बादशाहों के नाम याद रखना आसान नहीं. 8 हेनरी हो गुजरे हैं. कौन सा खान किस हेनरी के समय में हुआ, क्या ये याद कर लेना आसान समझते हो? हेनरी 7वें की जगह हेनरी 8वें मिलेगा और सब नंबर गायब. सफा चट सिफर भी ना मिलेगा. सिफर भी हो किस ख्याल में? दर्जनों तो जिसे हो या दर्जने विलियम कोड या चार्ल्स दिमागी चक्कर खाने लगता है, आधी रोग हो जाता है. इन अभावों को नाम बिना जुटते थे एक ही नाम के पीछे दोयम सोयम चहारों पंचों लगाते चल गए. मुझसे पूछते तो 10 लाख നാം ബത്താതെത്ത. ഇവിടെ എന്താ പറയുന്നത്? ഈ പാരഗ്രാഫിൽ പറയുന്നത് വീണ്ടും മേരെ ഫെയിൽ ഹോനെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പരീക്ഷയിൽ ഓൾറെഡി തോറ്റുപോയെങ്കിലും ഇവിടെ നീ ജയിച്ചു എന്ന് വിചാരിച്ചാലും ഇവിടെ നിനക്ക് ഇനി ഇഷ്ടം പ്രകാരം പഠിക്കാൻ കിടക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഭൂമിശാസ്ത്രം ആയിക്കോട്ടെ, ചരിത്രം ആയിക്കോട്ടെ, ഇഷ്ടം പ്രകാരം പഠിക്കാൻ കിടക്കാം. അപ്പോൾ ഇവിടെ പറയണത് എന്താ? ലോകം കെ ചനെ ജവാനെ പടയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നിനക്ക് പ്രയാസം നേരിടും. നീ ഇപ്പോൾ പഠിക്കാണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് നീ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഭൂമിശാസ്ത്രവും ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നിനക്ക് ഇംഗ്ലീഷും എല്ലാം പഠിക്കുമ്പോൾ നിനക്കത് കഷ്ടമായിട്ട് വരും. ഇവിടെ പറയണത് എന്താണ്? ജോമെട്രി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം, ഇതൊക്കെ പഠിക്കാൻ നീ പാടുപെടേണ്ടി വരും. കാരണം ബാദ്ഷാഹോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? രാജാവാണ്. അപ്പോൾ ഈ ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ചാൾസ്, ഹെൻറി, അതുപോലെ തന്നെ ബാദ്ഷാഹോ, ഇങ്ങനെയൊക്കെ രാജാക്കന്മാരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അതായത് ഇപ്പോൾ ഹെൻറി ഒക്കെ ആണെങ്കിൽ ഹെൻറി ഒരാളും മാത്രമല്ല, ഹെൻറി 1, ഹെൻറി 2, അങ്ങനെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ 7, 8 ഇങ്ങനെയൊക്കെ ഹെൻറികൾ ഇഷ്ടം പ്രകാരം വരാം. അപ്പോൾ ചിലപ്പോൾ നീ ഹെൻറി 7 എന്നുള്ളടത്ത് ഹെൻറി 8 ആവും എഴുതാം, ഹെൻറി 8 എന്നുള്ളടത്ത് സ്ഥാനത്ത് നീ ഹെൻറി 7 എന്നൊക്കെയാവും എഴുതാം. കാരണം എന്താ? അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവും. അതുമാതിരി തന്നെ ചാൾസ് ആയിക്കോട്ടെ, അതുമാതിരി തന്നെ. അപ്പോൾ ഒന്നാമത്തേനാണോ അത് ഇവിടെ പറയുന്നത് എന്താ? പീച്ച് ദോയം സ്വയം എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ ആണോ, രണ്ടാമത്തെ ആണോ, നാലാമത്തെ, അഞ്ചാമത്തെ ആണോ, ഏഴാമത്തെ ആണോ എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ നീ പഠിക്കണം. പിന്നെ ഏത് ഘട്ടം തൊട്ട് ഏത് ഘട്ടം വരെയാണ് ഈ ഓരോ രാജാക്കന്മാർ ഭരിച്ചിരുന്നത്? ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഏകദേശം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ
ഇപ്പോൾ ഈ 1840 തൊട്ട് 1860 വരെ ഒരു രാജാവാൻ രാജ്യം ഭരിച്ചിട്ടുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ നെക്സ്റ്റ് ഘട്ടം തൊട്ട് വേറൊരു 10 വർഷം വേറൊരു രാജാവും. അപ്പോൾ ചിലപ്പോൾ ചാൾസാവും, ചിലപ്പോൾ ഹെൻറിയും, അങ്ങനെ ഒരുപാട് രാജാക്കന്മാരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും കുത്തിയിരുന്ന് പഠിച്ചില്ലെങ്കിൽ മക്കളെ നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ബഡാഭായി സാഹബ് അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക്, ലേഖകന്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടക്കാം, അതായത് അടുത്ത പാരഗ്രാഫ് കേട്ടോ. അവർ ജാമട്രി तो बस कूदा ही पनागा आ बा जा की जगह आ जा बा लिख दिया और सारे नंबर कट गए कोई इन निर्दयी मुमतहिनों से नहीं पूछता कि आखिर आ बा जा या और आ जा बा में क्या फ़र्क है और व्यर्थ की बात के लिए क्यों छात्रा का खून करते हैं। दाल भात रोटी रोटी खाई या भात दाल रोटी खाई इसमें क्या रगा है मगर इन परीक्षा को क्या അപ്പോൾ ഇവിടെ വരെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഈ നമ്മൾ അതുമാതിരി തന്നെ ഈ പഠിക്കുന്ന ചിലപ്പോൾ അക്ഷരങ്ങൾ, ഇപ്പോൾ ആ ബ ജ എന്ന് പറയുന്നതും ആ ജാബ എന്ന് പറയുന്നതും റിയലി ഒന്നാണ്. കാരണം ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും സംഗതി ഇതന്നെയാണ് ഒന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കിയാണ് ദാല് ഭാത്ത് റൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമുക്ക് പരിപ്പ് അല്ലെങ്കിൽ കടല അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന്, ചോറ് റൊട്ടി ഇങ്ങനെ പറയണതും, ഇപ്പോൾ ചോറ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കടല, പിന്നെ നമ്മൾ റൊട്ടി എന്ന അല്ലെങ്കിൽ പരിപ്പ്, പിന്നെ റൊട്ടി എന്നൊക്കെ പറയണതും ഒന്നഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഒരേപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഈ പഠിക്കുന്നത്. അപ്പോൾ മഗർ इन परीक्षकों को क्या परिवाह तो वही देखते हैं जो पुस्तक में लिखा है। चाहते हैं लड़के अक्षर रट डाला और इसी रटब्द का नाम शिक्षा रख छोड़ा है और आखिर इन सिर पैर की ബാത്തോ കെ പഠന സെഫായത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന അക്ഷരങ്ങളും ഇപ്പം നമ്മൾ ഈ പറയുന്ന അങ്ങോട്ടും കൂടെ അതിന് സംഗതി ഒന്ന് തന്നെയാണ്. പിന്നെ ഈ പരീക്ഷയിൽ നമ്മളെങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. പരമാവധി എന്ന് പറഞ്ഞാൽ എന്താണ്, ചിന്ത, നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഈ അക്ഷരങ്ങൾ നമ്മൾ ഇരുന്ന് തന്നെ പഠിക്കണം. അതാണ് ഈ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഈ സമ്പ്രദായം എന്നാണ് ഇവിടെ ആര് പറയണത്, ഈ ലേഖകൻ അതായത് ചോട്ടാബായി പറയുന്നത്. കാരണം മടിയാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് പറയുന്നത് ഒന്നല്ല. അപ്പോൾ ഇരുന്ന് പഠിക്കാനായിട്ട് ആർക്കും കഴിയില്ല, ചോട്ടാബായിക്ക് കഴിയില്ല. അപ്പോൾ പറയുകയാണ് ഇതാണ് ഈ ശിക്ഷ എന്ന് പറയുന്നത്. ഏത് അങ്ങോട്ട് എഴുതിയാലും ഇത് എഴുതിയാലും ഒക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ലേഖകൻ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഈ രേഖ पर वह लंब गिर दो तो आधा लंब से दुगना होगा। पूछिए इसमें प्रयोजन दुगना नहीं चौगुना हो जाए या आधा है रहे मेरी बला है लेकिन परीक्षा में पास होना को तो यह सब बुरा फल याद करने पड़ेगा. അപ്പോൾ നമ്മൾ എന്തുട്ടായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ഏതായാലും നമ്മൾ പരീക്ഷയിൽ പഠിച്ചാൽ പോരെ, പിന്നെ എന്തിനും എത്ര കഷ്ടപ്പെടണേ എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൽ ഇവിടെ ആര് പറയുന്നത്, നമ്മുടെ കളി. ഇപ്പോൾ ദുഗുണ ഹോക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കണം. ആ ലംബസ് ദുഗുണ ഹോന എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ലൈൻ വരയ്ക്കണം. അതുമാതിരി തന്നെ ദുഗുണ നെയ്യല്ല, ഇനിയിപ്പോൾ അത് 4 ഭാഗമായിട്ട് അല്ലെങ്കിൽ ചതുരായിട്ട് വരയ്ക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മളെവിടെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്രയ്ക്ക് കാര്യമൊന്നുമില്ല, നമുക്ക് ആവശ്യമില്ലാതെയൊക്കെ കുറേ വായിച്ചു കൊണ്ടുവരികയാണ് പഠിക്കാനെന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. कह दिया समय की पाबंदी पर एक निबंध लिखो जो 4 पन्ने से कम न हो। अब आप कॉपी सामने खोले कलम हाथ में के लिए उसके नाम को रोइए। कोई नहीं जानता कि समय की पाबंदी बहुत अच्छी बात है, इससे आदमी के जीवन के संयम आ जाते हैं, दूसरे का उस पर स्नेह होने लगता है और उसके कारोबार में उन्नति होती है। अब लेकिन इस जरा सी बात पर 4 पन्ने कैसे लिखे। ഇവിടെ പറയണത് എന്താ, പാബന്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ എസ് എഴുതാനാണ് പറയാം. അപ്പോൾ ഇത്ര പേജ് എഴുതാം, അങ്ങനെയുള്ളതിനെ ഉദ്ദേശിക്കുന്ന പാബന്തി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോൾ 4-5 പേജ് നിങ്ങൾ ചുരുക്കി ഇങ്ങനെ ഒരു ഉപന്യാസം എഴുതുക അങ്ങനെ പറയും. അപ്പോൾ ക്വസ്റ്റൻ ആൻസർ നമുക്ക് ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ വരും. അപ്പോൾ ഇവിടെ പറയുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, 4 പന്നോ സേ
കംന ഹോ. പന്ന എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പന്നോ എന്ന് പറഞ്ഞാൽ പേജ്. അപ്പോൾ 4 പന്നോ എന്ന് പറഞ്ഞാൽ 4 പേജിൽ, കം എന്ന് പറഞ്ഞാൽ കുറയരുത്, 4 പേജിൽ കുറയാണ്ട് നിങ്ങൾ എഴുതണം. ഇനി പിന്നെ എന്താ പറയുക, 4 പേജിലേ കുറയരുത്, എന്നാൽ നിങ്ങൾ ചുരുക്കി എഴുതുമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഇത് തരുന്നത്. അപ്പോൾ എത്ര എഴുതിയാലും നിങ്ങൾ കുഴപ്പമില്ല, 4 പേജിൽ കുറയരുത്, അങ്ങനെ തരുന്നുണ്ട്. ഇനി ഇവിടെ ലേക്കിൻ ഇസ് ജരാ സി ബാത്ത് പാർച്ചാൻ പിന്നെ കൈസലിക്ക്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ചുരുക്കി എഴുതാൻ 4 പേജൊക്കെ എങ്ങനെയാണ് എഴുതാനാണ് കവി ഇവിടെ ചോദിക്കുന്നത്. ജോ ബാത്ത് ഏക്ക് വാക്യമേ കहीं से सके उसे 4 पन्नों में लिखने की जरूरत में तो इसे हिमाकत कहता हूँ. അപ്പോൾ ഇവിടെ പറയുന്നത് ഹിമക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡിത്തം. പക്ഷെ ഇത് പറയുന്നത് വിഡിത്തല്ലേ, നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ എന്താ പറയുക ചുരുക്കി എഴുതാൻ, അത് 4 പേജിൽ കുറയുന്നു, ഇതൊക്കെ വിഡിത്തല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതോ സമയം കിഫായത്ത് നഹി. കിഫായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗം. അപ്പോൾ നഹി, അപ്പോൾ ഇതൊന്നും വലിയ ഉപയോഗമില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ പഠിച്ചിട്ട് എഴുതിയിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല, കണ്ടത് എഴുതിയിട്ട് എന്ത് ഉപയോഗം എന്നാണ് പറയുന്നത്. ബൽക്കി ഉസ്കാ ദുരുപയോഗം है कि व्यर्थ में किसी बात को चूस दिया जाए. हम चाहते हैं आदमी को कुछ कहने है चटपट कह दे और अपने रंग ले, मगर नहीं, आपको 4 पन्ने रंगने पड़ेगा, चाहे जैसे लिखिए और पन्ने भी पड़े फुल स्केप आकार के. ये छात्रों में अत्याचार नहीं तो और क्या है? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, 4 പേജ് നല്ല സൂപ്പറായിട്ട് എഴുതി വെച്ചാൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അത് ചടപടാന്ന് എഴുതും വേണം, പെട്ടെന്ന് നമ്മൾ എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടൂല. പക്ഷെ ഇതൊക്കെ ഒരു വേസ്റ്റ് അല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ ലേഖകൻ ചോദിക്കുന്നത്. अनर्थ तो यह है कि कहा जाता है संक्षेप में लिखो, समय की पाबंदी पर संक्षेप में एक निबंध लिखो, 4 पन्नों से कम न हो. ठीक, संक्षेप में तो 4 पन्ने हुए, नहीं शायद 100-200 पन्ने लिखवाते. तेज भी दौड़िए और धीरे धीरे भी है. उल्टी बातें हैं या नहीं, बालक ही इतनी सी बात समझ सकता है. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഒരു ഭാര്യയുണ്ട്, എന്താണെന്ന് വെച്ചെങ്കിൽ 4 പേജിലല്ലേ, 4 പേജിൽ കുറയാതെയല്ലേ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സൗദോ ദോസൗ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൗ എന്ന് പറഞ്ഞാൽ 100 പന്നെന്ന് ഇതൊന്നും പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ദോസൗ എന്ന് പറയണില്ല, അതന്നെ വല്ലാത്തൊരു ഭാഗ്യം. അപ്പം 4 പേജല്ലേ എങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഉൾട്ടി ഭാഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ തെറ്റായ കാര്യം തന്നെയാണ്. നമ്മൾ പതുക്കെ നന്നായി എഴുതുമ്പോൾ ഇത്രയ്ക്കും നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എഴുതണം, ഇതിങ്ങനെ എഴുതിയിട്ട് എന്താ കാര്യം, അതൊക്കെ തെറ്റായ കാര്യമാണ് എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? നമ്മുടെ ലേഖകൻ്റെ അഭിപ്രായം. मेरे दर्जे में आओगा लाला तो ये सारे पापड़ बेलने पड़ेगा, तब आटे दाल का भाव मालूम होगा. इस दर्जे में अव्वल आ गए हो तो ज़मीन पर पाँव नहीं रखते, इसलिए मेरे कहना मानिया. लाख फेल हो गया हूँ लेकिन तुमसे बड़ा हूँ. संसार को मुझे तुमसे कहीं ज़्यादा अनुभव है. जो कुछ कहता हूँ उसे ഗ്രഹ ബാന്ധിയ നഹി പച്ചത്തായിയേങ്ക. അപ്പോൾ പിന്നെ മനസ്സിലാവുന്നതെന്ന് വെച്ചെങ്കിൽ പാപട് എന്ന് പറഞ്ഞാൽ എന്താ? വിഷമതകൾ. അതപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് ഇങ്ങനെ ജയിച്ച് പോവുകയാണെങ്കിലും എന്ത് ചെയ്താലും നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് വരെയായാലും ഇപ്പോൾ ഈ ആര് പറയുന്നത് കറക്റ്റ് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമ്മൾ തോൽക്കാണ്ട് പഠിച്ചാലും നമ്മൾ ജയിച്ചു പോയാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ മുജെ തുംസയ്ക്ക് അനുഭവിക്കുക നമ്മുടെ ബഡാബായി തന്നെയാണ് ഇതിൽ വലിയ കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡാബായിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ആര് പറഞ്ഞു തരുന്നത്? നമുക്ക് ബഡാബായി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളത് കേൾക്കണം. അപ്പോൾ നമ്മളത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അത് പശ്ചാത്താപിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ ലേഖകൻ്റെ അഭിപ്രായവും ആ അഭിപ്രായത്തോട് ആരും യോജിക്കുന്നില്ല, നമ്മുടെ ബഡാബായി യോജിക്കുന്നില്ല. അപ്പോൾ ബഡാബായി പറയാണ്, മോനെ നീ ഇങ്ങനെയൊക്കെ കളിച്ച് നടന്നാൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളത് എഴുതി പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യണില്ലെങ്കിൽ, നമുക്ക് എഴുതി പഠിച്ചൊന്നുമില്ലെങ്കിൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പശ്ചാത്തപിക്കേണ്ടി വരില്ല, ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. स्कूल का समय निकटता नहीं, ईश्वर जाने यह उपदेश माल कब समाप्त होती. भोजन आज मुझे निस्वाद सा लग रहा था. जब
पास होने पर एक तिरस्कार हो रहा है, तो फेल हो जाने पर तो शायद प्राण ही ले लिए जाए। भाई साहब ने अपने दर्जे की पढ़ाई का जो भयंकर चित्र खींचा था, उसने मुझे भयभीत कर दिया। स्कूल छोड़कर घर नहीं भागा यह ताजुब है, लेकिन इतने तिरस्कार पर भी पुस्तक में मेरी अरुचि ज्यों की त्यों बनी नहीं है। खेल कूद का कोई अवसर हाथ से न जाने देता, पढ़ता भी मगर बहुत कम। बस इतना कि रोज टास्क पूरा हो जाए और दर्जे में जलील न होना पड़े। अपने ऊपर जो विश्वास पैदा हुआ था वह फिर लुप्त हो गया और फिर चोरों का सा ജീവൻ ഘട്ടന ലേഖ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ ഇവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഇവൻ ജയിച്ചു കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത രീതിയിലായതുകൊണ്ട് ഇവൻ എന്തായാലും പഠിച്ചില്ലെങ്കിലൊക്കെ ജയിച്ചു പോയില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ പഠിച്ചിട്ടാണ് ജയിച്ചാലും ഇങ്ങനെ ആര് പറയണു, കുറ്റങ്ങൾ പറയണു, ആരെയും ബേഡാബായി, എന്നാലും പ്രാണം പോണ പോലെ കുറ്റങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും അപ്പോൾ ഈ പഠിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ചിത്രമാണ്, ഭയങ്കര ചിത്രക്കീഞ്ചിത്ത എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചിത്രമാണ് ആരുടെ മനസ്സിലുള്ളത്? ഈ നമ്മുടെ ചോട്ടാബായിയുടെ മനസ്സിലുള്ളത്. അപ്പോൾ ചോട്ടാബായിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ഒന്നാമത് പേടിയാണ്, ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ജാസ്തി പഠിക്കാനൊന്നും നിന്നില്ല. താജൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യമാണ് കേട്ടോ, ആശ്ചര്യപ്പെടാം. എന്നാലും അവൻ എന്ത് ചെയ്തു? തിരസ്കാർ പർബി പുസ്തകം, അവനെ ഈ പുസ്തകങ്ങൾ തന്നെ അവനെ ഇഷ്ടപ്പെട്ട് പഠിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് പഠിപ്പൊക്കെ കുറച്ച് കൊണ്ടുവന്നു. അവൻ എന്തിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്തു? കൂടുതലായിട്ട് കളിക്കാനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്തു. ഇത്ര ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഏറ്റെടുക്കണ്ടെന്നും തോന്നിയിട്ട് അങ്ങനെ എന്ത് ചെയ്തു? വിശ്വാസ് പൈദ ഹോമാത്ത ഫിർ ലുപ്ത് ഹോ ഗയ അവർ ഫിർ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അവനൊന്നും നഷ്ടപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ജയിച്ചു പോകണ്ടല്ലോ. അപ്പോൾ പഠിക്കുന്നത് കുറച്ചാലൊന്നും ഒന്നും വരാനൊന്നും പോകണില്ല, കളിച്ച് നടക്കാന്നുള്ള മൈൻഡ് തന്നെയാണ് ആർക്കും ഇവിടെ വന്നത്? നമ്മുടെ ലേഖകനെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാട്ടാണ്, തേർഡ് പാട്ടാണ് ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്. फिर सालाना इम्तिहान हुआ और कुछ ऐसा संयोग हुआ कि मैं फिर पास हुआ और भाई साहब फिर फेल हो गए। मैंने बहुत मेहनत नहीं की पर न जाने कैसे दर्जे में आवेला गया। मुझे खुद अचरज हुआ। भाई साहब ने प्राणों तक परिश्रम किया। कोर्स का एक एक शब्द छट गए थे। 10 बजे रात तक इधर, 4 बजे बोर्ड से उधर, 6 से 9:30 तक स्कूल जाने के पहले मुद्रा खानहीन हो गई थी, मगर बेचारे फेल हो गए। मुझे उन पर दया आती थी। नतीजा सुनाया गया. അപ്പോൾ ഇവിടെ എന്താ പറയണത്? ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെ വാർഷിക എക്സാം വന്നപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ എന്തായി? ഇവന് പാസ്സാവുകയും ചെയ്തു, അതുമാതിരി തന്നെ നമ്മുടെ ബഡാബായി തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പഠിച്ചിട്ടും ബഡാബായി തോറ്റില്ല. ഇവനൊന്നും പഠിക്കാണ്ട് ഇവന് ക്ലാസ്സിൽ ഫസ്റ്റായില്ലേ. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ഉണ്ടായി? 5 മണി തൊട്ട് 6 മണി വരെ, 6 മണി തൊട്ട് 8 മണി വരെ ഇതൊക്കെ പഠിച്ചിട്ട് സ്കൂൾ തൊട്ട് പഠിച്ച് ഇത്രയ്ക്കൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഇവിടെ എന്താ പറയണത്? കാന്തി എന്ന് പറഞ്ഞാൽ എന്താ? വിഫലം, എല്ലാതും വിഫലമായി പോയില്ല ബഡാബായിക്ക്. അപ്പോഴും ഞാനിങ്ങല്ലേ ജയിച്ചത് എന്നുള്ളൊരു അഹങ്കാരമാണ് ആർക്കും ഇവിടെ വന്നത്? നമ്മുടെ ചോട്ടാബായിക്ക് വന്നത്. അപ്പോൾ तो वह रो पड़े और ബി റോനയിലേക്ക. പക്ഷെ അങ്ങനെ കളിയാക്കാമെന്നൊക്കെ വിചാരിച്ചു, അത്രയ്ക്കും ഇതൊക്കെയാണെങ്കിൽ ഒന്ന് കളിയാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആൾ വന്നത്. പക്ഷേ എങ്കിലും ഒന്നും തോന്നിയില്ല. കാരണം ബഡാബായി സാഹബിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അവനും കരച്ചിൽ വന്നു. അപ്പനെ പാസ് ഹോനയ്ക്ക് ഖുഷി ആദി അപ്പം ജയിച്ചതായിട്ടുള്ള സന്തോഷമൊക്കെ അവൻ്റെ പോയി. मैं भी फेल हो गए होता तो भाई साहब को इतना दुख न होता, लेकिन विधि की बात खोल डाले. ഇത്രയൊക്കെ പഠിച്ചിട്ടും ആ ബഡാബായി സാഹിബ് തോറ്റുപോയി എന്നുള്ളത് ഒരു വിധിയുടെ ഒരു കളിയാണ്. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ച ബഡാബായി സാഹിബ് കരയേണ്ടി വന്നതിന് പിന്നീട് ഇവന് ആദ്യം കളിയാക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇവനും അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം തോന്നി. ഓക്കെ, ഇനി നെക്സ്റ്റ് पेज नोका. मेरे और भाई साहब के बीच में अब केवल एक दर्जे का अंदर वो रह गया. मेरे मन में एक कुड़िल भावना उदय हुई कि कहीं भाई साहब एक साल और फेल हो जाए तो मैं उनके बराबर हो जाऊँ.
അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ കേവലം ഇനിയിപ്പോൾ ഇവർ തമ്മിൽ 2 വയസ്സ് വ്യത്യാസവും പോയി. ഇപ്പം എത്രയായി? വെറും ഒരു ക്ലാസ്, അതായത് ഒരു ക്ലാസ് മാത്രം അന്തരമുള്ളൂ. ഫസ്റ്റ് 3 ക്ലാസ് തന്നെ, 2 ക്ലാസ്, പിന്നെ ഒരു ക്ലാസ് അന്തരമുള്ളൂ. അപ്പോൾ ഒരു കുടിലമായിട്ടുള്ള ഒരു മനോഭാവം ആർക്കുണ്ടായി എന്ന് പറയണേ? നമ്മുടെ ചോട്ടാബായിക്ക് ഉണ്ടായി. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത്. എന്താ പറയണത്? കുടില ഭാവന, അതായത് ഒരു കുടില ചിന്ത ആരുടെ മനസ്സിൽ വന്നു? നമ്മുടെ ചോട്ടാബായിയുടെ മനസ്സിൽ വന്നു. അപ്പോൾ പറയുന്നത് ഒരു വർഷം കൂടി ഇവൻ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഒപ്പാവും എന്നുള്ള ഒരു അഹങ്കാരം ആരുടെ മനസ്സിൽ വന്നു? നമ്മുടെ ചോട്ടാബായിയുടെ മനസ്സിൽ വന്നു. फिर वह किस आधार पर मेरी फसीयत कर सकेगा, लेकिन मैंने इस विचार को दिल में ഫലപൂർവ്വക നിക്കാലിടാൻ. അപ്പം തന്നെ എന്താക്കി? മനസ്സ് മാറ്റി. ഞാൻ ചിന്തിക്കുന്നത് തെറ്റാന്നുള്ളൊരു ചിന്ത. അപ്പം ആദ്യം എന്താ വെച്ചാൽ അപ്പം ഞങ്ങൾ രണ്ടാൾ ബരാബർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെ ആവും എന്നുള്ള ചിന്തയായിരുന്നു ആദ്യം മനസ്സിൽ കുടില ചിന്ത വന്നത്. പക്ഷെ പിന്നീട് അവൻ എന്ത് ചെയ്തു? ഫിർ വർക്ക് ഈസ് ആധാർ पर वही फसीयत कर सकेगा लेकिन मैंने इस विचार, പെട്ടെന്ന് തന്നെ ആ വിചാരം മനസ്സിൽ നിന്ന് മാറ്റി. അതായത് നിക്കാൽ ഡാല, പെട്ടെന്ന് മനസ്സിൽ നിന്ന് ആ കുടില ചിന്ത മാറ്റി. എന്നിട്ട് മുझे मैंने हित के विचार से ही ठानते हैं, मुझे इस वक्त अप्रिय लगता है, आवश्यक महर शायद उनके उपदेशों की ही असर है, मैं धनाधन पास हो जाता हूँ और इतने അഞ്ച് നമ്പറോമേ. ചിലപ്പോൾ ഞാനിതൊക്കെ പറയണത് ബഡാബായി ഇതൊക്കെ പറയണത് എനിക്കിഷ്ടമായില്ലെങ്കിലും ഞാൻ പഠിക്കാനും ഞാനിങ്ങനെ നടക്കാനും കാരണം റിയലി ആര് തന്നെയായിരിക്കും? ബഡാബായി തന്നെയായിരിക്കും എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. അപ്പം മനസ്സിലുണ്ടായിരുന്ന തെറ്റ് നമ്മുടെ ലേഖകൻ തിരുത്തി. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം നമുക്ക്. अब भाई साहब बहुत कुछ नरम पड़ गए थे, कई बार मुझे डांटने का अवसर पाकर भी उन्होंने धीरे से काम लिया. शायद अब वह खुद समझने लगे थे कि मुझे डांटने अधिकार उन्हें नहीं रहा, या रही भी तो बहुत कम. मेरी सोचरंदा भी बड़ी, वे उनकी सहिष्णुता की अनुचित लाभ उड़ाने गया. मुझे कुछ ऐसी धारण हुई कि मैं पास ही हो जाऊँगा, पढ़ूँ या ना पढ़ूँ, मेरी तकदीर बलवान है. इसलिए भाई साहब के डर से जो थोड़ा बहुत पढ़ लिया करता था वह भी बंद हुआ. मुझे कनगवे उड़ाने का नया शौक पौधे गया था. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ വീണ്ടും ഇപ്പോൾ ഇനിയിപ്പോൾ ബഡാബായി സാഹബിനെ പേടിക്കേണ്ട എന്നുള്ള ലക്ഷ്യത്തിൽ പഠിപ്പൊക്കെ കുറച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അധികാരം ഇനി അത്രയ്ക്കൊന്നും പറയില്ല, ഒന്നും പറയാനുള്ളൊരു മനസ്സിലല്ല ആര്? നമ്മുടെ ബഡാബായി. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയില്ലല്ലോ. അപ്പോൾ നമുക്ക് കളിക്കാൻ ഇഷ്ടം പ്രകാരം പോകാമെന്നൊക്കെ വിചാരിച്ച് ഈ പട്ടം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ കൺകവ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടം കേട്ടോ. അപ്പോൾ പട്ടമൊക്കെ ഉണ്ടാക്കി അതിനെ കെട്ടേണ്ടതൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ചതുരത്തിൽ അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ഈർക്കിലൊക്കെ വെച്ച് നമ്മൾ പട്ടം ഉണ്ടാക്കില്ല, അതുപോലെയൊക്കെ അതെടുത്തൊക്കെ കെട്ടി. അങ്ങനെ ഇനിയിപ്പോൾ ഒന്നും പറയില്ല. അവനാണെങ്കിൽ ഭയങ്കര ബേജാറിലിരിക്കുക. അപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അപ്പം നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ എന്ന് വെച്ചിട്ട് കളിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി. ആര്? നമ്മുടെ ലേഖകൻ. അങ്ങനെ പട്ടം പറപ്പിക്കാനൊക്കെ റെഡിയാക്കി. ഇതന്നെ എവിടെ വരെ എത്തി നമ്മൾ? मुझे देना करने बांधना पतंग टूर्नामेंट की तैयारियों आदि समस्याएं सब गुप्त रूप से हल की जाती थी. मैं भाई साहब को यह संदेश न करने देना चाहता था कि उसके समान और लिगास मेरी नसरों में कम हो गया है. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡി ചെയ്ത് പട്ടം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ നടത്തി. അങ്ങനെ കളിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് വരിക ചെയ്തത്. അപ്പോൾ എന്നാലും അത് നന്നായിട്ട് പഠിക്കുന്നുള്ള ഒരു മനസ്സ് അപ്പോഴും ആർക്ക് വരുന്നില്ല? നമ്മുടെ ചോട്ടാബായിക്ക് വന്നില്ല. एक दिन संध्या समय हॉस्टल से दूर में एक कनगवा लूटना बयान हासिल दौड़ जा रहा था. आंखें आसमान की ओर थी और मन उस आकाशगामी पथिक की ओर जो मंद गति में से झूमता पतन की और चला आ रहा था. मानो कोई आत्मा स्वर्ग से निकलकर विरक्त मन से नए संस्कार ग्रहण करने जा रही है.
ബാലകവും കോ പൂരീസ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഇതുവരെ നോക്കാം നമുക്ക്. അപ്പോൾ ഒരു പ്രാവശ്യം ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴേക്കും പട്ടം വിട്ടിട്ട് വരിക, അത് പട്ടം പൊട്ടിയിട്ട് ഇങ്ങനെ പട്ടം ഇങ്ങനെ പറന്ന് വരികയാണ് ആകാശത്തു നിന്ന് താഴേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെന്താണെന്ന് തോന്നണേ, അതായത് ആത്മാവ് ഇങ്ങനെ വന്നിട്ടേ ഇരിക്കുക സ്വർഗത്തിൽ നിന്ന് എന്നുള്ളതാണ് മനസ്സിലവർക്ക് ഉണ്ടായത്. അതിൻ്റെ പേരിൽ എന്താ ചെയ്യണം ഇവിടെ, ബാലകവും കി पूरी सेना लेके और जानदार बांस लिया, इनके स्वागत करने की दौड़ी आ रही थी। किसी को अपने आगे पीछे की खबर न थी। सभी मानो उस पतंग के साथ ही आकाश में उड़ रहे थे। जगह सब कुछ समतल है, न मोटर कारों है, न ड्राम, ന ഗാഡിയം ഒന്നും അവർക്കില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യണം, ഈ പട്ടം കിട്ടണം അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഓടി വരികയാണ്, ഒരു വഴി കൈപ്പിടിച്ചിട്ട് ഓടി വരികയാണ് ഈ പട്ടം പിടിക്കാനായിട്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ആകെ ബീച്ചേക്ക് കബിന, ഇവരുടെ ബാക്കിൽ എന്ത് വരുന്നുണ്ട് ഒന്നും ഇവർ നോക്കുന്നില്ല. ഇവരുടെ ചിന്ത മാത്രം, അതായത് ആകാശത്തേക്ക് മാത്രം ഇവർ നോക്കണം, എങ്ങനെയെങ്കിലും ആ പട്ടം കിട്ടണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പിടിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുണ്ടും കുഴികളൊക്കെ ആവും, അപ്പോൾ അതൊന്നും നോക്കുന്നില്ല. അത് നേരെയുള്ള പ്ലെയിനുള്ള സ്ഥലമാണ്, നമുക്ക് ഓടുമ്പോൾ നമ്മൾ വീഴും, അതൊന്നുമില്ല. പിന്നെ വണ്ടികൾ വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും അവർക്കില്ല. നമ്മൾ വീഴുമെന്നാ വണ്ടികൾ വരുമെന്നാ ഒന്നുമില്ല. അപ്പോൾ ഏതിൻ്റെ ഇടയിൽ പെട്ടാലും അവർക്ക് അതൊന്നുമില്ല. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പിന്നാലെ ഓടി വരുന്ന കുട്ടികൾ പട്ടം പിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. सहसा भाई साहब, नेक्स्ट पैराग्राफ नोका നമുക്ക്. सहसा भाई साहब से मेरी मूड बैड हो गई, जो शायद बाजार से लौट रहे थे. उन्होंने वहीं हाथ पकड़ लिया और उग्र भाव से बोले, इन बाजारी लौड़े के साथ दिल के कनगोवे के लिए दौड़ते तुम्हें शर्म नहीं आती? तुम्हें इसके भी कुछ लिहाज नहीं कि अब नीची जमात में नहीं हो, बल्कि 8वीं जमात में आ गए हो और मुझसे केवल एक दर्जे नीचे हो. आगे आदमी को कुछ तो अपने പൊസിഷൻ ഖയാൽ റഖ്ന ചാഹിയെ. അപ്പോൾ ഇവിടെ എന്താ പറയണത്, ബഡബായി സാഹബ് കടയിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടികളൊക്കെ ഇതിൻ്റെ പിന്നാലെ പട്ടം പറന്ന് വരുന്ന പട്ടം എടുക്കാൻ വേണ്ടി ഓടി പറക്കുന്നത് കണ്ടത്. അപ്പോൾ എന്താ ഇവിടെ പറയണത്, ബായ് സാഹിബ് പറയാണ്, പഠിക്കാതെ ഇത്ര നീ 8ാം ക്ലാസ്സിലൊക്കെ ആയില്ലേ, എൻ്റെ കാറ്റിപ്പോൾ നീ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ 1 വയസ്സിനല്ലേ നീ താഴെയുള്ളൂ, എന്നിട്ടും നീ എന്താ ഇങ്ങനെ ആലുവിലാതി കുട്ടികളുടെ പോലെ നീ ഇതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കുന്നത്, നിനക്ക് നാണല്ലേ എന്ന് ചോദിക്കും. നീ ഏത് പൊസിഷനിലായിരിക്കുന്നത് എന്നുള്ള നിനക്കൊരു ബോധം ഇനിയും വന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ആര്, ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ബഡാബായ് സാഹിബ് ചോദിക്കണത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. एक जमाना था कि लोग 8वां दर्जा पास करके नायब तहसीलदार हो जाते थे. मैं कितने ये मिडिलचियों को जानता हूँ जो आज अव्वल दर्जे के डिप्टी मजिस्ट्रेट एंड सुपरटेंडेंट है. इतने ही 8वीं जमात वाले हमारे लीडर और समाचार पत्र को संपादक हैं. बड़े बड़े विद्वान उनकी मातहती काम करते हैं. അപ്പോൾ പണ്ടത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പണ്ടത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര അറിവാണ്. ഇപ്പോഴത്തെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പോലില്ല, അന്ന് നല്ല അറിവുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അന്ന് പഠിച്ച അവരാണ് ഈ സൂപ്രണ്ടും മജിസ്ട്രേറ്റും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും വിവരം അന്നുണ്ടായിരുന്നു. നീ ഇത്രയും 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് എനിക്ക് എന്ത് വിവരമുള്ള ചന്തപ്പിള്ളേരുടെ പോലെ കിടന്ന് നടക്കുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കാര്യം. അവർ उसी 8वें दर्जे में आकर बसारी लौड़े के साथ कनगोमे के लिए दौड़ रहे हैं. मुझे तुम्हारी इसका अकली पर दुख होता है. तुम सही हो, इसमें शक नहीं, लेकिन वह जोगिन काम का जो हमारे ആത്മഗൗരവ് കി ഹത്യ കർദാലെ. അപ്പോൾ ഇവിടെ പറയണത് എന്താ, നീ എന്നിട്ട് 8ാം ക്ലാസ്സിലെത്തിയിട്ടും അതെന്താ പറയുക, അക്കളി പറഞ്ഞ എന്താ ബുദ്ധിശൂന്യത. അപ്പോൾ നിൻ്റെ ഈ ബുദ്ധിശൂന്യതയിൽ എനിക്ക് ദുഃഖം ഒത്തായി എന്നാ പറഞ്ഞത്, എനിക്ക് ദുഃഖം തോന്നാം. കാരണം എന്താണ്, ഈസ്മേശക്ക് നയ്യിലേക്ക് നിനക്ക് കുറച്ചുകൂടി ആത്മഗൗരവം നിനക്ക് ഇല്ല, നിനക്ക് ഇത്രയ്ക്കും കൂടി ബോധം നിനക്കില്ല, ഇത്രയ്ക്കും പഠിച്ചിട്ടും അതിനെനിക്ക് ദുഃഖം തോന്നാണ് നിൻ്റെ ഈ ആത്മശൂന്യതയിൽ. തും अपने दिल में समझते होंगे मैं भाई साहब से माँ से एक दर्जे नीचे हूँ और अब उन्हें
मुझको कुछ कहने का एक हक नहीं है, लेकिन यह तुम्हारी गलती है। मैं तुमसे 5 साल बड़ा हूँ और चाहे आज तुम मेरी हो जमात में आ जाओ और परीक्षकों का यही हाल है, तो निसंदेह अगले साल तुम मेरे समकक्ष हो जाओगा और शायद 1 साल बाद मुझसे आगे में निकले जाओ, लेकिन मुझ में आवो तुम्हें 5 साल का अंदर है। അപ്പോൾ നിൻ്റെ മനസ്സിൽ വിചാരം എന്താ, ഇപ്പോൾ നീ എന്നെക്കാട്ടി ഒരു ക്ലാസ്സാണ് അന്തരെങ്കിലും നിന്നെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും എനിക്ക് അധികാരമുണ്ട്. അത് തെറ്റല്ല. കാരണം എന്താ, ഞാൻ നിന്നെക്കാട്ടും 5 വയസ്സ് മൂപ്പാണെന്ന് പറഞ്ഞാൽ 5 സാൽ അന്തരകെ നമ്മൾ തമ്മിൽ. അപ്പോൾ ആ വയസ്സ് എപ്പോഴും ഇത് എപ്പോഴും ആ അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പം നിന്നെ തിരുത്താനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. അതില്ല എന്ന് വിചാരിച്ച് നീ നടക്കണ്ട, കുട്ടികളെ പോലെ ചന്തപ്പിള്ളേരെ പോലെ നീ നടക്കണ്ട എന്നാ പറയണേ. उसे तुम क्या कूदा भी नहीं मिटा सकता है, तुमसे 5 साल बड़ा हूँ और हमेशा रहूँगा। मुझे दुनिया का और जिंदगी का जो तसरूब है तुम उसकी बराबरा नहीं कर सकते हैं। चाहे तुम MA और DPhil और डिलेट ही क्यों न हो जाओ, समझ किताबें पढ़ने से नहीं आती. അപ്പോൾ ഇവിടെ പറയണത് ഇതിന് ഇപ്പോൾ ഞാൻ നിന്നേക്കാളും 5 വർഷം അന്തരമുണ്ട്. അപ്പോൾ ഇവിടെ തജ്രൂബ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അർത്ഥം? അനുഭവം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എനിക്ക് അനുഭവം ഉണ്ട്. അപ്പോൾ നിൻ്റെ ബരാബർ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒരേപോലെയുള്ള ഒരു ക്ലാസ്സിന് വ്യത്യാസം അങ്ങനെയുള്ള ബരാബറൊന്നും വരാതെ ഒരേപോലെയുള്ള കാര്യങ്ങൾ നീ നോക്കണ്ട. എന്തായാലും ഞാൻ നിന്നേക്കാളും 5 വയസ്സ് അനുഭവം തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കണക്കിന് നമ്മൾ MA പഠിച്ചതാ അല്ലെങ്കിൽ നമ്മൾ വലിയ സൂപ്പർ എന്തായാലും നമുക്ക് അതിലുള്ള അർത്ഥങ്ങളില്ല. എന്താണ്, നമുക്ക് എത്ര വരെ പഠിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, നമുക്ക് എത്രത്തോളം അനുഭവ ജ്ഞാനം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നീ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, പഠിക്കണേൻ്റെ ഒപ്പം നിനക്ക് അനുഭവജ്ഞാനം, നിൻ്റെ മനസ്സ് വളരണം എന്നാണ് ഇവിടെ നമ്മുടെ കവി പറയുന്നത്. സോറി, കവിയല്ല, നമ്മുടെ ബഡാബായി പറയുന്നത്. ദുനിയ ദേഖിനെ ആती है हमारी अम्मा ने कोई दर्जा नहीं पास किया और दादा भी शायद 5वीं 6वीं जमात के आगे नहीं गए, लेकिन हम दोनों चाहिए सारी दुनिया की विदा पढ़ ले. अम्मा और दादा को हमें समझने आवो, सुधारने का अधिकार हमेशा रहेगा. അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മയുടെ കാര്യം എടുത്തു നോക്കി. അമ്മയാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടുമില്ല, നമ്മുടെ ദാദയാണെങ്കിൽ എത്ര പഠിച്ചിട്ടുള്ളത് 5-6 പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അവർ ഈ MA അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ MBBS ഒന്നും അവർ പഠിച്ചിട്ടില്ല. പക്ഷേ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണത് ആരാണ്? അവരാണ് നോക്കണത്. മനസ്സിലായി? അപ്പോൾ അവർ പഠിച്ചിട്ടാണോ നോക്കണത്? അല്ല. അപ്പോൾ പഠിപ്പ് മാത്രമല്ല നമ്മുടെ കയ്യിൽ വേണ്ടതെന്നാണ് ഇവിടെ നമ്മുടെ ബഡാബായി പറയണത്. अब ഇവിടെ എന്താ പറയുക, केवल इसलिए नहीं कि हमारे जन्मदाता ये बल्कि इसलिए कि उन्हें दुनिया को हमसे ज़्यादा തസ്രൂബ है. തസ്രൂബ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താണ്, അനുഭവമാണ് അവരിവിടെ വളർത്തിക്കൊണ്ട് വന്ന് പഠിപ്പിക്കുന്നത്. और अमेरिका में किस तरह की राज्य व्यवस्था है और 8वें हेनरी ने कितने व्याह किए और आकाश में कितने नक्षत्र है, यह बातें चाहे उन्हें न मालूम हो, लेकिन हजारों ऐसी बातें हैं जिनका ज्ञान उन्हें हमसे और तुमसे ज़्यादा है. അപ്പോൾ ഇവിടെ പറയണത് അമേരിക്കയിലെ വല്ല എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അത്ര പഠിപ്പ് അവർക്കില്ല, നക്ഷത്രങ്ങൾ ആകാശം ചോദിച്ചാൽ അവർക്കില്ല, അറിയില്ല. പിന്നെ ഇപ്പോൾ ഹെൻറി എത്രാമനാണ് അന്ന് ആ സമയത്ത് ഭരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയില്ല, അച്ഛനും അറിയില്ല, അമ്മയ്ക്കൊന്നും അറിയില്ല. പക്ഷേ അവർക്ക് എന്താ ഉള്ളത്? നമ്മളെക്കാളും കൂടുതൽ അനുഭവജ്ഞാനമുണ്ട്. അപ്പോൾ വെറുതെ നീ പഠിച്ചു എന്ന് പറഞ്ഞാൽ അഥവാ നീ പഠിച്ചാലും നീ എത്ര ഹൈ ലെവലായാലും നിനക്ക് അഹങ്കാരം ഒന്നും വേണ്ട. ഒരു കാര്യം പഠിച്ചിട്ട് ഇല്ല എന്നല്ല, പഠിച്ചിട്ട് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ അനുഭവം നമുക്ക് വളർന്നു വരണം. അപ്പോൾ മൂത്തൂർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. देव न करे आज मैं बीमार हो जाऊं तो तुम्हारे हाथ पाँव फूल जाएगा, दादा को ता देने के सिवा तुम्हें और कुछ न सूझेगा, लेकिन तुम्हारी जगह दादा हो तो किसी को तारने दो, घबराए को बुलाएगा, बीमारी तो खैर बड़ी चीज़ है, हम तुमसे इतनी भी नहीं जानते हो महीने भर का खर्च महीना भर कैसे चले. जो कुछ दादा बेचते हैं उसे हम 20-22 तक खर्च डालते हैं और फिर पैसे को मुहताज हो जाते हैं, नाश्ता बंद हो जाते हैं तो भी और नाई
ഇസെ ചുരാനെ ലഗത്തേയെ. അപ്പോൾ ഇവിടെ എന്താ പറയണേ, ഇപ്പോൾ നീ ഇതൊക്കെ എത്ര എന്താ പറയുക പഠിച്ചു വെച്ചാലും നീ അവരുടെ ഉപദേശങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയേ. നമ്മുടെ അമ്മയും അല്ലെങ്കിൽ അച്ഛനും ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ദാദയുടെ കയ്യിലെ കൊടുത്തെന്ന് വെച്ചെങ്കിൽ ദാദയ്ക്ക് അത്രയൊന്നും നോക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ആകെ കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാനുള്ളത് കഴിക്കണം. പിന്നെ നമുക്ക് അവിടെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊക്കെ കൊടുക്കണം. നമ്മുടെ ജോലിക്കാർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ കൊടുക്കണം. അപ്പം നോക്കി എന്ന് പറഞ്ഞാൽ എന്താ, കൈകാര്യം ചെയ്യണം. അപ്പം അത് നോക്കി കൈകാര്യം ചെയ്യണം. അതല്ലാണ്ട് നമ്മൾ ഇഷ്ടം പ്രകാരം കാശ് നമ്മളെടുത്ത് ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം തണ്ടേണ്ടി തന്നെ വരും. കാരണം എന്താ, ലാസ്റ്റ് നമ്മുടെ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക, നാസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് രാവിലെ കഴിക്കാൻ പോലും ഒന്നും ഉണ്ടാവില്ല. അതുകൂടി ബന്ദ് ചെയ്യേണ്ട ഘട്ടം വരും. പിന്നെ ആൾക്കാരൊക്കെ നമ്മുടെ വീടിൻ്റെ പടിക്കൽ വന്ന് നിൽക്കും. കാരണം നമ്മൾ വലിയ കടക്കാരായി മാറും. അപ്പോൾ എന്താ നമ്മൾ അപ്പോൾ ഇതൊന്നും പഠിച്ചിട്ടല്ല നമ്മുടെ ഈ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഇതൊക്കെ കൈകാര്യം ചെയ്ത് നമുക്ക് അതുമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും ബീമാരി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബീമാരി എന്ന് പറഞ്ഞ രോഗങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പനി, എന്തെങ്കിലും ഒരു ജലദോഷം വന്നാൽ ഉടനടി അച്ഛനും അമ്മയൊന്നും പിടിച്ച് നമ്മളെ കൊണ്ടുപോയി ആസ്പത്രിയൊന്നും കൊണ്ടുപോകില്ല അന്നത്തെ കാലത്ത്. എന്താ ചെയ്യുക, അപ്പം അവരുടെ ഒറ്റമൂലികളൊക്കെ പരീക്ഷിക്കും. നല്ലൊരു ചുക്കുകാപ്പിയൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഉടനടി നല്ലൊരു വേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രോഗമൊക്കെ മാറും. പക്ഷേ ഇന്നത്തെ ചിന്ത അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾക്ക് ഒരു പനി അതൊന്നും വരുമ്പോഴും ഉടനടി എടുത്ത് ഓടാണ്. അപ്പോൾ രോഗങ്ങളും ശരിക്കും മാറില്ല. എന്നാൽ പൈസയാണെങ്കിൽ ഫുള്ള് ഡോക്ടർ നല്ല ഫീസും മേടിക്കും. വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ പൈസ പോകും. അപ്പം നിനക്കാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ വലിയ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് നീ ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ആരുടെ ചോദ്യം? നമ്മുടെ ബഡാബായിയുടെ. അപ്പോൾ അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് എന്താണ്? നമുക്ക് അനുഭവജ്ഞാനം. നമുക്കുള്ള പൈസ നമ്മൾ ചിലവ് ചുരുക്കി നന്നായി ജീവിക്കാൻ പഠിച്ചാൽ നമുക്ക് നല്ലതെന്നാണ് ഇവിടെ ബഡാബായി പറഞ്ഞു കൊടുക്കുന്നത്. उसके आंधे में दादा ने अपनी उम्र का बड़ा बाग इज्जत और नेकनामी के साथ निभा चाहिए और कुटुंब का पालन किया है, जिसमें सब मिलकर 9 आदमी थे. अपने हेडमास्टर साहब ही को देखे MA है कि नहीं और यहाँ के MA नहीं, ऑक्सफोर्ड के 1,000 रुपये पाते हैं, लेकिन उनके घर के इंतजाम कौन करते हैं? उनकी बूटी माँ एक मास्टर साहब की डिग्री यहाँ बेकार हो गई. पगड़े कूद घर का इंतजाम करते थे. खर्च पूरा ना पड़ता था. कर्जदार रहते था. जब में उनकी माताजी ने प्रबंध अपने हाथ में ले लिया है. അപ്പോൾ ഇവിടെ പറയേണ്ടത് എന്താ, ഹെഡ് മാസ്റ്ററിൻ്റെ കാര്യം നമ്മളൊന്നും എടുത്തു നോക്കി. നമ്മൾ പരിചയമുള്ള നമ്മുടെ ഹെഡ് മാസ്റ്ററിൻ്റെ കാര്യം തന്നെയാണ്. ആൾ MA ആണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അയാളുടെ കയ്യിൽ ഒരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വീട് നോക്കാമെന്ന്. ഇപ്പോൾ നീ MA പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡായിട്ട് നിനക്ക് വലിയ ഇതൊക്കെ ഉണ്ടായാലും നീ എന്തൊക്കെ പഠിച്ച് വന്നാലും നിനക്ക് അനുഭവം ഇല്ലെങ്കിൽ നിനക്ക് ഒന്നുമില്ല. അപ്പോൾ ഒരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുടുംബം നോക്കണമെങ്കിൽ ഒരു ഡിഗ്രി പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് പറയണത്. പക്ഷെ നമ്മുടെ അമ്മേനെ നോക്കി നോക്കിയേ, നമ്മുടെ അമ്മ എത്ര നല്ല രീതിയിലാണ് ആ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഹെഡ് മാസ്റ്റർക്ക് അതിനെ സാധിച്ചോ? ഇല്ല. അപ്പോൾ അയാൾ എന്തായി? കർജദാർ എന്ന് പറഞ്ഞാൽ എന്താ, കടക്കാരനായി മാറി. ഇവിടെ നോക്കി നോക്കിയേ, കർജദാർ രഹത്തേത്തേ, കണ്ടോ? അപ്പോൾ കർജദാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടക്കാരൻ. അപ്പോൾ ഹെഡ് മാസ്റ്റർ ആരായി മാറിയ? കടക്കാരനായി മാറുകയാണ് ചെയ്തത്. പക്ഷെ നമ്മുടെ വീട്ടിലെ അപ്പോൾ ഇവിടെ ജൈസെ ഗർമേ ലക്ഷ്മി ആ ഗൈ. ഇവിടെ പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ എന്താ ചെയ്യുന്നത്? സഹോദരങ്ങളൊക്കെ ഇവിടെ നോക്കാൻ നമുക്ക് ഒന്നും കൂടിയും. അപ്പോൾ അമ്മയുടെ കയ്യിൽ പൈസ വളരെ കുറവാണെങ്കിലും ആ കുടുംബം ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ അമ്മയാണ്. ഒന്നും ഡിഗ്രിയും പഠിച്ചിട്ടില്ല, ഒരു ഓക്സ്ഫോർഡിലും പോയിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ തോ ഭായിജാൻ യഹ് ഗരൂർ ദിൽ സെ നിക്കാൽ ഡാലോ कि तुम मेरे समीप आ गए हैं और अब स्वतंत्र है. मेरे देखते आप बैठा ना चलना पाओगे. अगर तुम यूं ना मानोगा तो मैं इसका प्रयोग भी कर सकता हूँ. मैं जानता हूँ तुम्हें मेरी बातें सगर लग रही है. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നമ്മുടെ അമ്മയ്ക്ക് ഡിഗ്രി ഒന്നുമില്ലെങ്കിൽ അമ്മ അത് ചെയ്യാൻ കാരണം അമ്മയുടെ അനുഭവജ്ഞാനമാണ്. അപ്പോൾ എത്ര പൈസ ഏത് രീതിയിൽ എങ്ങനെ ചിലവഴിക്കണം എന്നുള്ള ഐഡിയ ഒക്കെ വീട്ടിലെ അമ്മമാർക്ക് ഉണ്ടാവും. അപ്പോൾ അമ്മ അത് ലക്ഷറി ആയിട്ട് ചിലവഴിക്കാണ്ട് നന്നായി ജീവിച്ചു പോകുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. नेक्स्ट पैराग्राफ हमको नौका. मैं उनकी इस नई युक्ति से नतमस्तक हो गए. मुझे आज सचमुच अपनी
लघुता का अनुभव हुआ और भाई साहब के प्रति मेरे मन में ശ്രദ്ധ ഉൽപ്പന്ന ഹോയി. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമ്മുടെ എന്താ പറയുക ലേഖകന് അതൊക്കെ മനസ്സിലായി. മേനെ സജൻ ആക്കോം സെ കഹാ हरगिज नहीं, आप जो कुछ फरमा रहे हैं ये बिल्कुल सच है और आपको उसको कहने का अधिकार है. അപ്പോൾ അവന് മനസ്സിലായി, അവൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അപ്പോൾ പറയാണ് ആക്കോംസൊക്കെ അങ്ങനെ അവൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു, ആനന്ദ ബാഷ്പം നിറഞ്ഞു. ശരിയാണ്, എൻ്റെ ചേട്ടൻ പറയുന്നതാണ് എല്ലാം ശരി, ബഡാബായിക്ക് നല്ല അനുഭവമുണ്ട്, അവർ പറയുന്നത് സത്യമാണ്. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ലേഖകൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഭായി സാഹബിനെ മുझे गले से लगा लिया और बोले मैं खंडों में उड़ाने को मना नहीं करता, मेरा भी जे ललचदा है, लेकिन करूं क्या खुद बहराव चलूँ तो तुम्हारी रक्षा कैसे करूँ, ये कत्यो भी तो മേരെ സിർ ഹെ. അപ്പോൾ അവന് ബഡാ ഭായ് സാഹബ് അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്കും നിൻ്റെ പോലെ പട്ടം പറപ്പിക്കാനായിട്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നിൻ്റെ പോലെ ആയിക്കഴിഞ്ഞാൽ നീയെ എന്നെ കണ്ടാൽ പഠിക്കുക, അപ്പോൾ നീ അത് പഠിക്കില്ല. സംयोग से उसी वक्त एक घटा हुआ कानकों में हमारे ऊपर से गुजरे, उसकी डोर लटकी रही थी, लड़कों का एक गोल पीछे पीछे दौड़ा चला आता था. भाई साहब लंबे के उछल कर उसकी डोर पकड़ ली और बच्चा हॉस्टल की तरह दौड़े में पीछे पीछे दौड़ रहा था. അങ്ങനെ അപ്പോഴേക്ക് പൊട്ടിപ്പോയ ഒരു പട്ടം അപ്പോഴേക്കും പൊട്ടിപ്പോയ ഒരു പട്ടം പറന്നു വരണ്ടായിരുന്നു. അപ്പോൾ ഈ ബഡാബായി വളരെ ഉയരമുള്ള കാരണം ആ പട്ടം പൊട്ടിച്ചത് കയ്യിൽ പിടിച്ചു. അങ്ങനെ അതോടുകൂടി നമ്മുടെ അനുജനോടുള്ള സ്നേഹം നമുക്കിതിൽ വ്യക്തമായി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസർ ഇടുന്നതാണ്. കുട്ടികൾക്ക് നല്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നിങ്ങളെ സഹായിച്ച പോലെ എനിക്ക് ഒരുപാട് അമ്മമാർ സഹായിക്കാനുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി തന്നെ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ബൈ.